ഹായ്, ഏവർക്കും സൈലം PSC യൂട്യൂബ് ചാനലിലേക്ക് ഹാർദമായ സ്വാഗതം. നമ്മൾ എന്തിനാണ് ഇന്നിങ്ങനൊരു വീഡിയോ സൈലം PSCയുടെ യൂട്യൂബ് ചാനലിലേക്ക് ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ, നമ്മൾ വരാൻ പോകുന്ന ബെവ്കോ LD, അതുപോലെ തന്നെ നമ്മൾ ഇനിയും ഡിഗ്രി മെയിൻസ്, അങ്ങനെ കുറച്ച് മുഖ്യധാര പരീക്ഷകളിലേക്ക് കടക്കുകയാണ്. അതിനാവശ്യമായ സമയമുണ്ട് പഠിക്കാൻ. മലയാളം പലപ്പോഴും നമ്മുടെ റാങ്ക് നിർണയത്തിലൊരു സുപ്രധാന ഘടകമാണല്ലേ. മലയാളമാണ് നമ്മുടെ റാങ്ക് നിശ്ചയിക്കുന്നതിലൊരു പ്രധാന ഘടകമായിട്ട് വരുന്ന സംഗതി. അപ്പോൾ തീർച്ചയായിട്ടും മലയാളം എങ്ങനെ പഠിക്കണം, എങ്ങനെ സെറ്റാക്കണം എന്നൊക്കെയുള്ളൊരു ആശങ്ക പലപ്പോഴും ഉദ്യോഗാർത്ഥികളിലുണ്ടാവും. അതിൽ പ്രധാനപ്പെട്ടതാണ് ഈ ഇടയായി മലയാളം ഫുള്ള് കിട്ടാത്ത രീതിയിലേക്ക് ചോദ്യം ടൈറ്റ് ആകുന്നു എന്നുള്ളൊരു പ്രയാസം കൂടിയുണ്ട്, അല്ലെങ്കിൽ അങ്ങനെയൊരു കൺഫ്യൂഷൻ ഉദ്യോഗാർത്ഥികളുടെ ഇടയിലുണ്ട്. അപ്പോൾ അതുകൂടി മാറ്റുന്നതിന് വേണ്ടിയിട്ട് ഒരു കംപ്ലീറ്റ് മാസ്റ്റർ പ്ലാനുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. നമുക്ക് നമ്മുടെ സിലബസിനെ സംബന്ധിച്ചാണെങ്കിൽ പരീക്ഷ മാത്രമേ മാറുന്നുള്ളൂ, സിലബസ് ഒന്നും മാറുന്നില്ല. സിലബസ് ഓൾമോസ്റ്റ് എല്ലാ പരീക്ഷകൾക്കും സെയിം തന്നെയാണ്. KS പോലുള്ള ഒരു പരീക്ഷയിലേക്ക് വരുമ്പോൾ മാത്രമാണ് ചെറിയൊരു വ്യത്യാസം വരുന്നത്, അല്ലേ. അതായത് ഇപ്പം KS പരീക്ഷയിലാണെങ്കിൽ കുറച്ചുകൂടി അഡിഷൻ വരുന്നു എന്നല്ലാതെ ഈ സിലബസിൽ മാറ്റമൊന്നുമില്ല. അതിൻ്റെ അർത്ഥം എന്താണ്? നമ്മൾ ഒരിക്കൽ പഠിച്ചു വെക്കുന്നത് തന്നെയാണ് എല്ലാ പരീക്ഷകൾക്കും നമ്മൾ ഉപയോഗിക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ നോക്കിക്കേ, നമുക്ക് നോക്കാം. 10 മാർക്ക് ഡിഗ്രി മെയിൻസിനെ സംബന്ധിച്ച് മലയാളം 13 മാർക്കാണ്. സിലബസിൽ മാറ്റമില്ല, നമുക്ക് 13 മാർക്കും കിട്ടും. അപ്പോൾ അതൊരു നല്ല കാര്യമല്ലേ, സിലബസ് മാറാതെ മാർക്ക് മാത്രം 3 കൂടി വരിക എന്ന് പറയുന്നത്. അപ്പോൾ അതിലൊരു മാസ്റ്റർ പ്ലാൻ നമ്മുടെ കയ്യിൽ ഓക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നോക്കണേ, പ്രാദേശിക ഭാഷകൾ എന്ന് പറയുന്നത് ബെവ്കോ LD പോലെയൊക്കെയുള്ള പരീക്ഷകളിൽ, അല്ലെങ്കിൽ ഇനി വരുന്ന ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ ആയാലും ഏത് പരീക്ഷയ്ക്കും സെയിം സിലബസ് തന്നെ. അതിൽ നമ്മൾ നോക്കുമ്പോൾ 5ാമത്തെ പാർട്ടിലാണ് മലയാളം വരുന്നത്. അതിൽ ഒന്ന് പദശുദ്ധിയാണ്. പദശുദ്ധി നമുക്ക് ശരിക്കും പറഞ്ഞാൽ 2 ദിവസം കൊണ്ട് നമ്മുടെ കയ്യിലൊരു കംപ്ലീറ്റ് നോട്ടുണ്ടെങ്കിൽ പഠിച്ച് തീർക്കാൻ പറ്റുന്ന ഒരു സെക്ഷൻ തന്നെ വാക്യശുദ്ധി. അതോടനുബന്ധിച്ച്, അതായത് ഈ പദശുദ്ധി പഠിക്കുന്ന ഉദ്യോഗാർത്ഥികൾ ഉടനെ തന്നെ പോകേണ്ടുന്ന ഒരു ഏരിയയാണ് വാക്യശുദ്ധി. 2 ദിവസം അതിന് നമുക്ക് കൊടുക്കാം. പരിഭാഷയാകട്ടെ കുറച്ചുകൂടി ഒരു ആഴത്തിലേക്ക് പോകേണ്ടുന്ന ഒരു സെക്ഷനാണ്. കാരണം ഇതിൽ പ്രോവർബിൻ്റെ ട്രാൻസ്ലേഷൻ വരും, അതുപോലെ തന്നെ ഇഡിയത്തിൻ്റെ ട്രാൻസ്ലേഷൻ വരും, ഏതെങ്കിലും ഒരു പ്രസ്താവന തന്നിട്ട് അതിൻ്റെ ട്രാൻസ്ലേഷൻ വരും. ഇങ്ങനെ നമുക്ക് ഒരു ടഫ് ഏരിയ എന്നൊക്കെ പറയാവുന്ന ഒരു സെക്ഷനാണ് പരിഭാഷ. അതിന് നമുക്കൊരു 4 ദിവസം കൊടുക്കാം. PYQ ഫാക്ട്സ് ഒക്കെ എടുത്ത് പഠിക്കണ്ടേ, കംപ്ലീറ്റ് PYQ ഒക്കെ എടുത്ത് പഠിക്കേണ്ടുന്ന ഒരു സെക്ഷനാണ് ഈ പരിഭാഷ. അതുകൊണ്ട് തന്നെ പരിഭാഷയ്ക്ക് നമുക്കൊരു 4 ഡേയ്സ് കൊടുക്കാം. പിന്നെ വരുന്ന ഒറ്റപ്പദമാണ്, സിമ്പിളാണ്, കൺക്ലൂഡഡ് സ്ലൈഡ് വെച്ചിട്ട് നമുക്കൊന്ന് പഠിച്ച് സെറ്റാക്കി എടുക്കാൻ പറ്റുന്ന ഒരു വിഭാഗമാണ് ഒറ്റപ്പദം എന്ന് പറയുന്ന സെഗ്മെൻറ്റ്. അതിൽ മുൻ പരീക്ഷകൾക്ക് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസിനെയൊക്കെ കൂടി ഒന്ന് ബേസ് ചെയ്താൽ മതി, റിപ്പീറ്റ് അടിച്ച് വരുന്ന ഒരു സെക്ഷനാണ് പര്യായം. പര്യായമാണ് ഇവർ ഈ ഇടയായിട്ട് SCERT ബേസ്ഡ് ഒക്കെ ആയിട്ട് അധികം കേട്ടിട്ടില്ലാത്ത കുതിരയുടെ പര്യായം, അതുപോലെ തന്നെ കണിക്കൊന്നയുടെ പര്യായം ഒക്കെ റെയറായിട്ടുള്ളൊരു, അതായത് ഇതിൻ്റെ ഒരു പ്രധാന പ്രത്യേകത അതാണ്. പര്യായത്തിൽ നിന്നുകൊണ്ട് ഉദ്യോഗാർത്ഥികൾക്ക് ഫുൾ മാർക്ക് മലയാളത്തിന് കിട്ടുക എന്ന ആ ഒരു എയിമില്ലേ, അതിനെ ഒന്ന് അടിക്കുന്ന രീതിയിലുള്ളൊരു ക്വസ്റ്റ്യൻ ഏരിയ ആണ് ഈ പര്യായം. സോ 5 ദിവസം പര്യായത്തിന് കൊടുക്കണം. 5, 7 അല്ലേ, 7ഉം 4ഉം 11, 2, 13, 15 ദിവസമാണ് ഈ ഒരു സ്ലൈഡ് പ്രകാരം നമ്മൾ 5 ടോപ്പിക്ക് പഠിച്ച് തീർക്കാനായിട്ട് എടുക്കുന്നത്. ഇനി നമുക്ക് നോക്കാം, വിപരീത പദത്തിലേക്ക് വന്നാൽ അത്ര കണ്ടൊരു കോംപ്ലിക്കേറ്റഡ് അല്ലെങ്കിൽ അതിസങ്കീർണമായ വിഷയം എന്നൊന്നും പറയാൻ പറ്റാത്ത രീതിയിലുള്ള സിമ്പിളായിട്ടുള്ള ഒരു ഏരിയയാണ് വിപരീത പദം. നമുക്ക് പഠിച്ച് തീർത്ത് എടുക്കാൻ പറ്റും. 2 ദിവസമേ കൊടുക്കുന്നുള്ളൂ. ഓക്കെ അല്ലേ. ഇനി നോക്കിക്കേ, ശൈലികൾ, പഴഞ്ചൊല്ലുകൾ, രണ്ടും രണ്ടായിട്ട് തന്നെ ഇട്ട് പഠിക്കേണ്ടുന്ന ഒരു സെക്ഷനാണ്. ശൈലികൾക്ക് നമുക്ക് 2 ദിവസം കൊടുക്കാം. കംപ്ലീറ്റ് നോട്ട് നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ പഴഞ്ചൊല്ലിനും അതുപോലെ 2 ദിവസം കൊടുക്കാം. അപ്പം ശൈലികൾക്കും പഴഞ്ചൊല്ലുകൾക്കും കൂടി 4 ദിവസമാണ് നമ്മളിവിടെ എടുത്തിരിക്കുന്നത്. ശൈലികൾ എന്ന് പറയുമ്പോൾ അതിലും കുറച്ച് റെയർ ഫാക്ട്സുകൾ, ഒരിടത്തും കേട്ടിട്ടൊന്നുമില്ലാത്ത കുറച്ച് ശൈലികളൊക്കെ കൊണ്ടുവന്നിട്ട് ചോദിക്കുന്ന ഒരു ടെൻഡൻസി ഇപ്പോൾ PSCയിലുണ്ട്. രഞ്ജു സർപ്പന്യായമാണ്, അതിന് സർപ്പന്യായം എന്ന് പറഞ്ഞൊക്കെ ചോദിച്ചു. അങ്ങനെ അത്തരത്തിൽ നമ്മളധികം കേട്ടിട്ടില്ലാത്ത കൺസെപ്റ്റ് എടുത്തുകൊണ്ട് വന്ന് ചോദിക്കുന്ന ഒരു മെത്തേഡ് കൂടി കാണുന്നുണ്ട്. അതിന് പുതിയ
ശൈലികൾ അല്ലെങ്കിൽ പ്രചാരത്തിലുള്ള ശൈലികൾ, പ്രചാരം നേടിയ ശൈലികളൊക്കെ ഒന്ന് കളക്ട് ചെയ്ത് പഠിച്ചു വയ്ക്കുന്നത് എപ്പോഴും നമുക്ക് ഉപകാരപ്പെടും. അപ്പം അങ്ങനെ നമുക്കൊരു 4 ദിവസം അവിടെ എടുക്കാം. ഇനിയുള്ളത് സമാന പദമാണ്. അതും ഈ പറഞ്ഞ പോലെ SCERT ബേസ്ഡ് ആയിട്ട് ചോദിച്ച് കുട്ടികളുടെ മാർക്ക് കട്ട് ചെയ്യുന്ന ഒരു പ്രവണത ഈ ഇടയിലായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് സമാന പദം ശ്രദ്ധിക്കേണ്ട ഏരിയയാണ്. അതായത് നമ്മളൊരു മൈൻഡ് കൊടുക്കേണ്ടുന്ന ഒരു ഏരിയയാണ് ഈ സമാന പദം എന്ന് പറയുന്നത്. ഒപ്പം ചേർത്തെഴുതുക. ഇവിടെ വരുമ്പോഴത്തേക്ക് ഈ 12ഉം 9ഉം കൂടെ ഇതിന് നമുക്ക് 2 ദിവസം മതി. ചേർത്തെഴുതുക, പിരിച്ചെഴുതുക കുറച്ച് പ്രധാനമാണ്. ഇനി ഇവിടെ ചിലപ്പോൾ സന്ധി ചോദിക്കാനായിട്ട് ചാൻസ് ഉണ്ട്. ഇവിടെയും അതാണ്, സന്ധിയിൽ നിന്നുകൊണ്ടുള്ള ചോദ്യം നമ്മൾ പ്രതീക്ഷിക്കണം. ഓക്കെ, സന്ധി ഓറിയൻറ്റഡ് ആയിട്ട് ഇതേത് സന്ധി, അല്ലെ താഴെ തന്നിരിക്കുന്നതിൽ ആഗമസന്ധിക്ക് ഉദാഹരണം ഏതാ, താഴെ തന്നിരിക്കുന്നതിൽ ദ്വിത്വസന്ധി അല്ലാത്തത് ഏത്, ഇങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അതുകൊണ്ട് സന്ധിയിൽ ഊന്നി നിന്നുള്ളൊരു പഠനം ഇവിടെ ആവശ്യമാണ്. ഒരു പ്രോപ്പർ ഒരു 6 ദിവസം എങ്കിലും ഞാനൊരു ദിവസം 2 മണിക്കൂർ 3 മണിക്കൂറാണ് ഒരു ഉദ്യോഗാർത്ഥിക്ക് പഠിക്കാൻ കിട്ടുന്നത്. അത് കണക്കാക്കിയാണ് ഈ ദിവസം പറയുന്നത്, അവേഴ്സ് അല്ല ഞാൻ ഈ പറയുന്നത്. ഞാൻ ദിവസം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം നമുക്ക് മാക്സിമം ഒരു 2-3 hours ഒക്കെ അല്ലേ കിട്ടൂ. നമ്മൾ വേറെ എന്തെല്ലാം ജോലികളുണ്ട്, അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു 2-3 hours ആയിരിക്കും പഠിക്കുന്നത്. അങ്ങനെ കണക്കാക്കിയാണ് ഞാൻ ദിവസം എന്ന് പറയുന്നത്. പുല്ലിംഗം സ്ത്രീലിംഗം നിങ്ങൾക്ക് ഒരു 2 ദിവസം ധാരാളം മതി. സന്ധിക്ക് നമ്മൾ എത്ര ദിവസം എടുത്തു? 6 ദിവസം എടുത്തു. വചനം 1 day, ഒരൊറ്റ ദിവസം കൊണ്ട് തന്നെ എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. സ്ത്രീലിംഗം പുല്ലിംഗം ഒരു കോംപ്ലിക്കേറ്റഡ് ഏരിയ അല്ല, ഒന്ന് സെറ്റാക്കി പഠിച്ചെടുക്കാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഈ സ്ത്രീലിംഗം പുല്ലിംഗം. ഇപ്പം നമ്പ്യാരുടെ എതിർലിംഗം, നങ്ങ്യാർ, ചാക്യാരുടെ എതിർലിംഗം, ഇല്ലോടമ്മ, അങ്ങനെ ഒരു പാറ്റേണിലൊക്കെ പഠിച്ചു പോകാൻ പറ്റുന്ന ഏരിയയാണ് സ്ത്രീലിംഗം പുല്ലിംഗം എന്ന് പറയുന്നത്. ഇനി അപ്പോൾ പിരിച്ചെഴുത്ത് ചേർത്തെഴുത്തതിന് നമ്മൾ 6 ദിവസമാണ് എടുത്തത്. ഇനി നമുക്കുള്ളത് ഘടകപദമാണ്. ഒരു 2 ദിവസം കൊണ്ട് ഘടകപദം എന്ന് പറയുന്നതിൻ്റെ ഒപ്പം തന്നെ സമാസവും കൂടെ ചേർന്ന് വരും. വിഗ്രഹിക്കലും ഒരു ഘടകപദങ്ങളാക്കലാണ്. ഇപ്പോൾ തലയിലെ വേദന, തല വേദന, അങ്ങനെ ഘടകപദങ്ങളാക്കിയെടുത്തു, വിഗ്രഹിച്ചെടുത്തു. അപ്പോൾ അത്തരത്തിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. 2 ദിവസം എടുക്കാം. എത്ര ദിവസം എടുക്കാം? 2 ദിവസം. അപ്പോൾ ഈ ഒരു 6 ടോപ്പിക്ക്, അതായത് സിലബസിലെ 6ാമത്തെ ടോപ്പിക്ക് മുതൽ 13ാമത്തെ ടോപ്പിക്ക് വരെ നമ്മൾ എത്ര ദിവസം കൊണ്ടാണ് പഠിച്ച് തീർത്തതെന്ന് നോക്കാം നമുക്ക്. 2 അല്ലേ? 2 ഇത് തന്നെയാണിത്. അപ്പോൾ 2 സന്ധിക്ക് നമ്മൾ 2ഉം 6, 8, 8 2 10, 1 11, 11ഉം 2ഉം 13, 13ഉം 4ഉം 17ഉം 2ഉം 19 ദിവസമാണ് ഇവിടെ എടുത്തത് അല്ലേ? 2 യെസ് 4 6 8 8 8 10 16 17 19 ദിവസം അല്ലേ? ഇവിടെ എത്ര ദിവസം എടുത്തു? ഇവിടെ 2. അപ്പോൾ ഇവിടെ നമ്മൾ 19 ദിവസം പ്ലസ് 15 ദിവസം അല്ലേ? 5 7 11 13 15. അപ്പോൾ 9 5 11 1 2 3 31 ദിവസമാണ് ഇപ്പം നമ്മൾ എടുത്തിരിക്കുന്നത്. 19ഉം 15ഉം അല്ലേ? അല്ല 14. ഓക്കെ, 34 ദിവസമാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഈ 34 ദിവസത്തിൻ്റെ കൂടെ 6 ദിവസം കൂടി ആഡ് ചെയ്യണേ. അപ്പോൾ 34 ഡേയ്സ് കൊണ്ടാണ് നമ്മൾ എന്ത് ചെയ്തത്? ഇവിടെ കവർ ചെയ്ത് നമ്മുടെ സിലബസ് കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് 34 ഡേയ്സ് ആണ്. അതിൻ്റെ ഒപ്പം ഒരു 6 ദിവസം നമ്മൾ പ്രോപ്പർ PVQ ക്വസ്റ്റ്യനും കൂടി നോക്കണം, മലയാള സംബന്ധിയായി. അതായത് നമ്മളിപ്പോൾ 34 ദിവസം കൊണ്ട് സിലബസ് എല്ലാം ഒന്ന് കവർ ചെയ്ത് വെച്ചിട്ട് 6 ദിവസം PVQ ഫാക്ട്സ് മാത്രം നോക്കാൻ തീരുമാനിക്കണം. എന്ത് ചെയ്യണം? PVQ മാത്രം. അങ്ങനെ നമ്മൾ 40 ഡേയ്സ് എന്തിനു വേണ്ടി എടുക്കും? മൊത്തത്തിൽ സിലബസ്, മലയാളം സിലബസ് ഫുള്ള് സെറ്റാക്കി PVQ എത്ര വർഷത്തെ? ഒരു 5 വർഷത്തെ എങ്കിലും. അതായത് നമുക്കൊരു 19 20 കാലഘട്ടം മുതൽ ഇങ്ങോട്ടുള്ള 25 വരെയുള്ള ഫുൾ ക്വസ്റ്റ്യനും 2025 ലാസ്റ്റ് ചോദിച്ച ക്വസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള ഫുൾ ക്വസ്റ്റ്യൻ എടുത്തൊന്ന് വായിച്ച്
സെറ്റാക്കി വെക്കണം. ഓക്കെ അല്ലേ? യെസ്. അപ്പോൾ അതിന് വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മാസ്റ്റർ പ്ലാൻ തന്നെ എന്ത് ചെയ്തത്, പ്രിപ്പയർ ആക്കിയത്. ഓക്കെ, ഇനി നോക്കണേ. ഇനി നോക്കിക്കേ, നമുക്ക് ഇങ്ങനെ പഠിക്കാനൊക്കെ ആയിട്ട് ഞാൻ പറഞ്ഞില്ല, ഒരു 40 ദിവസം കൊണ്ട് തന്നെ ഒരു ക്രാഷ് രീതിയിൽ നമുക്ക് പഠിച്ച് തീർക്കാനായിട്ട് സാധിക്കും. അതിനു വേണ്ടിയിട്ട് തന്നെ സൈലത്തിൽ 2 അടിപൊളി ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് LDC VFA ആണ്. അതായത് ഇപ്പം തന്നെ നമുക്ക് എന്താണ്, നിങ്ങൾക്ക് സെപ്റ്റംബർ 10 മുതലാണ് എന്ത് ചെയ്യുന്നത്, ബാച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതിന് കോഴ്സ് ഫീസ് ഒരു വർഷത്തേക്ക് 1999 രൂപയുള്ളൂ. ഒരു വർഷത്തേക്ക് വെറും 2000 രൂപ. ഒരു മാസം ഒരു 200 രൂപ പോലും ആകുന്നില്ല. ഒരു വർഷത്തെ ബാച്ചാണ് അല്ലേ. നമുക്ക് ഡെയിലി ക്ലാസ്സുകൾ, മോക്ക് ടെസ്റ്റ്, മെൻറ്റർ സപ്പോർട്ട് എല്ലാം ഉള്ളതാണ്. പിന്നെ എന്താണ്, അതുവഴി നിങ്ങൾക്ക് ആപ്പ് ത്രൂ പിന്നെ ടെസ്റ്റ് എഴുതാം. അതായത് ആപ്പിൽ തന്നെ മോക്ക് ടെസ്റ്റ് കണ്ടക്ട് ചെയ്യും. ക്ലാസ്സിൽ പല സബ്ജക്റ്റുകളും ലൈവ് ക്ലാസ്സുകൾ അല്ലെങ്കിൽ ലൈവ് മോക്ക് ടെസ്റ്റുകൾ സംഘടിപ്പിക്കുന്നുണ്ട്. ഇനി നിങ്ങൾ വർക്ക് ചെയ്യുകയോ പഠിക്കുകയോ ഒക്കെ ചെയ്യുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, വന്നിട്ട് റെക്കോർഡ് ക്ലാസ് കാണാം. ആക്ച്വലി നമ്മുടെ മോഡ് എന്ന് പറയുന്നത് ലൈവ് കം റെക്കോർഡ് മോഡാണ് സൈലം പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ക്ലാസ്സുകളും. കാരണം ചിലർക്ക് തൽക്കാലം ജോലിയൊക്കെ മാറ്റിവെച്ച് പൂർണ്ണമായി ഇരുന്ന് പഠിക്കുന്നവരുണ്ട്. അവർക്ക് ലൈവ് ക്ലാസ്സുകളിൽ കയറാൻ പറ്റും. എന്നാൽ പഠിക്കുകയും ജോലിയൊക്കെ ചെയ്യുകയൊക്കെ ചെയ്യുന്നവർ ഒരു സർക്കാർ ജോലി സ്വപ്നം കണ്ട് വീട്ടിൽ വന്ന് അത്യാവശ്യം ജോലി ഒതുക്കിയിട്ടാണ് പഠിക്കാനിരിക്കുന്നത്. അങ്ങനെയുള്ളവർക്ക് അതത് ദിവസത്തെ ക്ലാസ് റെക്കോർഡായിട്ട് തന്നെ കാണാനുള്ള ഒരു സംവിധാനം നമ്മൾ ഒരുക്കിയിട്ടുണ്ട്. പോരാഞ്ഞിട്ട് എന്താണ്, ആ റെക്കോർഡ് ക്ലാസ്സിൻ്റെ അടിയിൽ നിങ്ങൾക്ക് കംപ്ലീറ്റ് PDF ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. ഇങ്ങനെ PDF ഡൗൺലോഡ് ചെയ്യുമ്പോൾ 2 മോഡിലുള്ള PDF ആണ് നിങ്ങൾക്ക് ലഭ്യമാകുന്നത്. അതിലൊരു PDF എന്ന് പറയുന്നത് അനോട്ടേറ്റഡും ഒന്ന് വിത്തൗട്ട് അനോട്ടേറ്റഡുമാണ്. അനോട്ടേറ്റഡ് ഫയലിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതിനകത്ത് അധ്യാപകർ ക്ലാസ് എടുക്കുന്ന സമയത്ത് ലെക്ചറിങ് ടൈമിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ട്സ് ഒക്കെ എഴുതുകയും എന്തെങ്കിലും ക്വസ്റ്റ്യൻ ഒക്കെ ഡിസ്കസ് ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ നോട്ട് ചെയ്യുകയൊക്കെ ചെയ്യുന്നത് വരച്ചിട്ടുള്ളത്. അങ്ങനെ നമ്മൾ ക്ലാസ് ടൈമിൽ അഡീഷണൽ ഫാക്ട്സ് ഒക്കെ അധ്യാപകർ ക്ലാസ്സിൽ പറയൂലേ, ആ കാര്യങ്ങളുള്ള അനോട്ടേറ്റഡ് നോട്ട്സും അല്ലാണ്ട് നിങ്ങൾക്ക് അല്ലാതെ പ്രിൻ്റ് എടുത്ത് അവർ ക്ലാസ്സിൽ പറയുന്ന കണ്ടന്റ് വേണ്ട, അല്ലാണ്ട് സ്ലൈഡിൽ എന്ത് പറഞ്ഞിരിക്കുന്നു അത് മതിയെങ്കിൽ വിത്തൗട്ട് അനോട്ടേറ്റഡും എടുക്കാം. ക്ലാസ് കഴിഞ്ഞ് ഒരു ഹാഫ് ആൻ അവറിനുള്ളിൽ തന്നെ ക്ലാസ്സിൻ്റെ അടിയിൽ ഡൗൺലോഡ് എന്ന് പറഞ്ഞ ഓപ്ഷനകത്ത് നോട്ട്സ് എല്ലാം പ്രൊവൈഡ് ആയിരിക്കും. അപ്പോൾ സ്റ്റഡി മെറ്റീരിയൽ, ലൈവ് കം റെക്കോർഡ് ക്ലാസ്സസ്, മോക്ക് ടെസ്റ്റ്, മെൻ്റർ സപ്പോർട്ട് എല്ലാത്തിനും കൂടിയാണ് ഈ ഒരു വർഷത്തേക്ക് ഇത്രയും അട്രാക്റ്റീവായിട്ടുള്ള നിങ്ങൾക്ക് കണ്ടൻറ്റ് കിട്ടുകയും പഠനത്തിൽ നിങ്ങൾക്ക് റാങ്ക് നേടാൻ കഴിയുകയും ഒപ്പം നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ഒരു ഷർട്ട് മേടിക്കുന്ന പൈസയ്ക്കാണ് എന്ത് ചെയ്യുന്നത്, സൈലം ഒരു ബാച്ച് പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കറിയാമല്ലേ, കിട്ടിയ ഒരു ജോലിയാണ്. അപ്പോൾ ഇതൊക്കെ പറയുന്നത് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ബാച്ച് പ്രൊമോഷൻ ഞാൻ ചെയ്യുന്നതിൻ്റെ പിന്നിലും പ്രധാനം നമ്മൾ ഇപ്പോൾ അങ്ങോട്ട് LDCയുടെ ഒരു റാങ്ക് മീറ്റിംഗ് അല്ലെങ്കിൽ സക്സസ് മീറ്റിംഗ് കഴിഞ്ഞുള്ളൂ അല്ലേ. അപ്പോൾ അവിടെ വെച്ചിട്ട് ഒരുപാട് മക്കൾ ഇതുപോലെ പറഞ്ഞു, നല്ല ഒരു ഡിസിഷനാണ് ഞങ്ങൾ എടുത്തത്, സൈലത്തിലെ ബാച്ച് സെലക്ട് ചെയ്യുക എന്നുള്ളത്. ഒരു വർഷം നീണ്ട ഒരു പഠനത്തിനൊടുവിൽ ആശിച്ച ഒരു ജോലി അല്ലേ. ഏറ്റവും വേക്കൻസി വരുന്ന ഒരു ഏരിയ ആണ് ഈ LD VFA എന്നൊക്കെ പറയുന്നത്. അപ്പോൾ അതിലേക്ക് മികച്ച റാങ്ക് നേടി നിൽക്കുന്നവർക്ക് പിന്നെ ഒന്നും നോക്കാനില്ല അങ്ങോട്ടും ഇങ്ങോട്ടും. അപ്പം അത്തരത്തിൽ ഒരു മികച്ച റാങ്ക് എന്നുള്ളൊരു സ്വപ്നമാണ് നിങ്ങൾക്കുള്ളതെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഉണ്ട് മലയാളം പഠിപ്പിക്കാൻ നിങ്ങൾക്ക്. അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്കത് 100% ഷുവറാണ്, നല്ല ക്ലാസ് തന്നെയായിരിക്കും. ഓക്കെ അല്ലേ. അപ്പോൾ ഇനി നോക്കണേ, LDCയുടെ ഒരു ഫൗണ്ടേഷൻ ബാച്ച് കൂടി വരുന്നുണ്ട്. ഒരുപാട് കേരളത്തിലെ മക്കൾ ഒരുപാട് എൻക്വയറി നടത്തുന്ന ഒന്നാണ്, എന്നാണ് സൈലത്തിൻ്റെ ഇനിയൊരു LD വരാൻ പോകുന്നത് എന്ന് ഒരുപാട് പേര് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊരു അപ്കമ്മിങ് ബാച്ചാണ്. അതുകൊണ്ട് തന്നെ നമുക്കിതിൻ്റെ ക്ലാസ് ഉടനെ തന്നെ തുടങ്ങും. അപ്പോൾ ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾക്ക് വിളിച്ച് ഇതിൻ്റെ എല്ലാ എൻക്വയറിയും ചെയ്യാവുന്നതാണ്. LDC VFA ആണെങ്കിൽ സെപ്റ്റംബർ 10-നാണ്. LDC ഫൗണ്ടേഷൻ ബാച്ച് ഉടനെ തന്നെ ആരംഭിക്കുന്നതാണ്. അതും ഈ പറഞ്ഞതുപോലെ ഒരു ഷർട്ട് മേടിക്കുന്ന വിലയേ ഉള്ളൂ. 1 ഇയർ കൊണ്ട് ഏറ്റവും ഭംഗിയായ LDC സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഇപ്പോൾ തന്നെ അതിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. ക്ലാസ് ഉടൻ ആരംഭിക്കുന്നതായിട്ടുള്ളൊരു ഡേറ്റ് ഡിക്ലെയർ ചെയ്താൽ മതി ഇനി. അപ്പോൾ അവിടെയും ഇതുപോലെ തന്നെയാണ് ഞാൻ പറയുന്നത്, ഒരു ജോലി അല്ലേ, ഡെയിലി ഒരു
3-4 ക്ലാസ് കമ്പൽസറി ഉണ്ടായിരിക്കും. നിങ്ങൾക്ക് പിന്നെ അധ്യാപകരുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. ഇപ്പം നമുക്കറിയാം ചിലയിടങ്ങളിലൊക്കെ നമ്മൾ ക്ലാസ് കാണും, പക്ഷെ അത് റെക്കോർഡായിട്ട് മാത്രമായിരിക്കും, അല്ലെങ്കിൽ അധ്യാപകരുമായിട്ടൊരു കമ്മ്യൂണിക്കേഷൻ ഒന്നും സാധ്യമല്ല. ഇവിടെ എല്ലാ അധ്യാപകരുടെയും ടെലഗ്രാം ലിങ്ക് ആപ്പ് ത്രൂ നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും. ആ ലിങ്കിലൂടെ 24/7, അതായത് എന്താണ്, നിങ്ങൾക്ക് അതിലൂടെ എപ്പോൾ വേണോ മെസ്സേജ് അയക്കാം എന്നുള്ളതാണ്. പിന്നെ മെൻറ്ററിൻ്റെ ഒരു സൈലം ടെലഗ്രാം ചാനലുണ്ട്. അതിനകത്ത് ഉദ്യോഗാർത്ഥികളുടെ ആശങ്ക മുഴുവനും പരിഹരിക്കാനുള്ള മറുപടി എപ്പോഴും അവൈലബിൾ ആക്കിയിരിക്കും. അപ്പോൾ അത്തരത്തിലൊക്കെ ഒരിക്കലും ഒരു ഉദ്യോഗാർത്ഥി ഐസൊലേറ്റഡ് ആയി പോകുന്നില്ല. എപ്പോഴും നമുക്ക് എന്താണ്, അധ്യാപകരുമായിട്ടൊരു ബന്ധം സ്ഥാപിച്ചുകൊണ്ട് നമ്മുടെ ജോലി എന്ന സ്വപ്നം കിട്ടുന്നത് വരെ നിങ്ങൾക്ക് താങ്ങായിട്ട് തണലായിട്ട് ഫുൾ സപ്പോർട്ടും തന്ന് ഫുൾ ക്ലാസ്സും തന്ന് നമ്മളൊപ്പം തന്നെ ഉണ്ടാവും. അപ്പോൾ എല്ലാവരെയും ഞാൻ ഈ LDC ഫൗണ്ടേഷൻ ബാച്ചിലേക്കും, 1 വർഷം നീണ്ടു നിൽക്കുന്ന ഫൗണ്ടേഷൻ ബാച്ച് LDC VFA ബാച്ചിലേക്ക് ഞാൻ ഹാർദമായി സ്വാഗതം ചെയ്യുന്നു. മലയാളം ക്ലാസ്സുമായിട്ട് ഞാനും അവിടെ ഉണ്ടാവാം. സിലബസ് നമ്മളൊന്ന് റെഡിയാക്കി വെച്ചിരിക്കുന്നത് മറക്കണ്ട. അപ്പോൾ ഇതേ ഒരു പാറ്റേണിൽ പഠിച്ച് കയറിക്കോളൂ. All the best.